ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു സമ്മർ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ. വെക്കേഷനിലെ ചൂടും കറണ്ട് ബില്ലും എല്ലാം സീനായി നിൽക്കാമല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആണെന്ന് വിചാരിച്ചു വയനാട്ടിൽ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. പോകാനുള്ള ബസ്സും വന്നിട്ടുണ്ട്. അപ്പം ആൾക്കാരുണ്ട്, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ഫുൾ ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പോയി വരാം. ടൂർ പോകാൻ മാത്രം ഇത്രയും പഞ്ച്വാലിറ്റിയുള്ള കുടുംബക്കാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെ ജൂനിയേഴ്സ് ബസ് കയറിയപ്പോൾ തൊട്ട് തകർക്കുക കേട്ടോ. 1.5 മണിക്കൂറോളം ഇവർ അടിച്ച് പൊളിച്ച് ഒടുവിൽ നമ്മളെത്തി. നമ്മളുടെ ആ ഡ്രീംസ് വില്ല എന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്തി. ഒരു രക്ഷയില്ല. ഇവർ വീഡിയോ തന്നപോലെ തന്നെ അടിപൊളിയായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. പുതിയ പ്രോപ്പർട്ടി ആട്ടോ. 3 കോട്ടേജ് വരുന്നുണ്ട്, പിന്നെ 4 ടെൻറ്റ് വരുന്നുണ്ട്, 2 ഡോർമെട്രി വരുന്നുണ്ട്, ഒരു 40 പേർക്ക് കപ്പാസിറ്റിയുള്ള ഡോർമെട്രി ആട്ടോ. പിന്നെ ഒരു രക്ഷയില്ലാത്തൊരു സ്വിമ്മിംഗ് പൂൾ എടുത്ത് പറയണേ. പിന്നെ അതുപോലെ ഒരു ഹട്ട് വരുന്നുണ്ട്, പിന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ സംഭവമാണ്. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് വരുന്നത് വടുവഞ്ചാലിലാണ് കേട്ടോ. ഡ്രീംസ് വില്ല എന്ന ഈ പ്രോപ്പർട്ടിൻ്റെ പേര്. പുതിയ പ്രോപ്പർട്ടിയാണ്. എന്തുകൊണ്ടും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് പറയാണ്. പിന്നെ ഒരു ഹോളും ഒരു സ്റ്റേജൊക്കെ വരുന്നുണ്ട്. അത് നന്നായിട്ട് നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും വരെ എല്ലാവർക്കും ശരിക്ക് ഓരോ പ്ലേ ഒക്കെ ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പൂളിലൊക്കെ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്നടങ്കം ശരിക്ക് ആഹ്ലാദിച്ച് ആർമാദിച്ച് എന്ന് തന്നെ പറയാം. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ പ്രോപ്പർട്ടിൻ്റെ മറ്റൊരു പൊൻതൂവലാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ. നമ്മളടുത്ത് നിന്ന് മിസ്സായ സാധനങ്ങൾ ഗോൾഡുകളൊക്കെ തിരിച്ച് നമ്മളടുത്ത് എത്തിക്കാൻ വേണ്ടി ഇവർ പ്രത്യേകം താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 10-40 പേരൊക്കെ അടങ്ങുന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. ബുക്കിംഗ് നമ്പർ കൊടുക്കാം. കാരാപ്പുഴ ഡാമിലേക്കും എടക്കൽ ഗേവ്സിലേക്കും 1/2 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ.